ഒരു വീട് ഞാൻ പരിചയപ്പെടുത്തി തരാം. അതായത് ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും അത്ഭുതപ്പെട്ട് നോക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിസ്റ്റോളിൽ BS5 എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കോഡിൽ ഇങ്ങനൊരു വീട് മേടിക്കാൻ ചങ്കുറ്റം കാണിച്ച ഒരു മലയാളി ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ആ വീടിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കും. പിന്നെ പണി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഞാൻ ഫൈനലായിട്ടൊരു വീഡിയോ കാണിക്കാം. അപ്പോൾ ഈ വീട് ഇപ്പോൾ ഇവർ മേടിച്ചേക്കണത് 2,50,000, 2,50,000. ഈ സ്ട്രീറ്റിൽ നമുക്ക് 3,20,000 എബവ് ആണ്. അതായത് ഈ ഏരിയയിൽ തന്നെ 3,20,000, അതായത് 3,20,000 ആവറേജ് പ്രൈസിങ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റിൽ തന്നെ നമ്പർ 1 സെയിലായിരിക്കുന്നത് 326-നാണ്. പിന്നെ 40 സെയിൽ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ സെയിൽ എക്സസ് എമൗണ്ട് അവർ ചോദിക്കുന്നത് 290 ആഡ് ഇട്ടാണ് പ്രൈസാണ്. അത് 3 എബവ് ആയിരിക്കും എന്തായാലും സെയിൽ പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. വീടിൻ്റെ അകം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നിങ്ങൾ ആരും ഞെട്ടണ്ട, കാത്തിരിക്കുക. 250-ക്ക് മേടിച്ച വീടിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം. അതായത് നമ്മുടെ നാട്ടിലെ കണക്ക് വെച്ച് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 2.5 കോടി മുടക്കി മേടിച്ചൊരു വീടാണ്. ഇതും ഇനി നല്ല പണിയുണ്ട്. പണിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുകളിലത്തെ റെയിൻ ഷെയ്ഡ് കംപ്ലീറ്റ് പെയിൻ്റ് അടിച്ച് ക്ലീൻ ചെയ്ത് നല്ല സെറ്റാക്കണം. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഹീറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സോസ്റ്റാണ്. അതായത് പണ്ട് കാലത്ത് ഓരോ റൂമിലും ഇങ്ങനെ ഗ്യാസ് ബേൺ ചെയ്ത് ഹീറ്റാക്കുമായിരുന്നു. അതിന് മുന്നേ വീടുകളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലിവിങ് റൂമിൽ ചിമ്മിനി ഉണ്ടാവും. ചിമ്മിനിയിൽ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് അത് മുകളിലത്തെ റൂമിൻ്റെ എക്സോസ്റ്റാണ് കാണുന്നത്. അതായത് ബെഡ്റൂമിൽ നിന്ന് എക്സോസ്റ്റ് പോകുന്നത്. അപ്പോൾ ഈ ചിമ്മിനിയിൽ വിറക് കത്തിച്ച് റൂം ഹീറ്റാക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടി കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഗ്യാസ് പൈപ്പിൽ വന്നിട്ട് ഈ റേഡിയേറ്ററിൻ്റെ അകത്ത് ഗ്യാസ് ബേണാവും. ഗ്യാസ് ബേണായിട്ട് ഹീറ്റ് അകത്തേക്ക് വരും, അതിൻ്റെ എക്സോസ്റ്റ് പുറത്തേക്ക് പോകും. അപ്പോൾ ഏതൊക്കെ റൂമുകളിൽ നമുക്കിപ്പോൾ ബെഡ്റൂമിലും ലിവിങ് റൂമിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഓരോന്നിനും ഓരോ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ പൈപ്പിൽ ഗ്യാസ് അവിടേക്ക് എത്തിക്കണം നമ്മൾ. അത് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിൽ ബോയിലറും റേഡിയേറ്ററൊക്കെ മാറിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴത്തെ മോഡൽ റേഡിയേറ്ററുകൾ ഞാൻ കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞാൽ ഭിത്തിയിൽ ഒരു സൈഡ് സ്റ്റിക്കർ വർക്ക് ചെയ്തേക്കുന്നതാണ്. അതിൻ്റെ താഴെ കണ്ട പണ്ട് വിറക് കത്തിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണത്. മെയിനായിട്ട് ലിവിങ് റൂമിലാണ് സാധാരണഗതിയിൽ ഇത് കത്തിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് അവിടെ ഇവിടെയൊക്കെ സ്ട്രക്ചറൽ ഡാമേജുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അതാണ് നമ്മൾ വീട് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനത്തെ റിനോവേഷൻ വർക്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ചെയ്യാം. ഇതാണ് ഇപ്പോഴത്തെ റേഡിയേറ്ററുകൾ. ഈ റേഡിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈപ്പിക്കട വന്നത് ചൂടുവെള്ളമാണ്. ഗ്യാസ് ഒരു സ്ഥലത്ത് ബോയിലറിൽ ഗ്യാസ് ബേൺ ചെയ്ത് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് പൈപ്പിക്കട വന്ന് റേഡിയേറ്ററുകളിൽ വന്ന് അപ്പോൾ റേഡിയേറ്റർ ഹീറ്റ് ആവില്ല. അപ്പോൾ നമുക്ക് ആ റൂമിൽ ചൂട് കിട്ടും. ഇപ്പോൾ നമ്മൾ വിൻഡോസിൻ്റെ സൈഡിലായിരിക്കും ഭൂരിഭാഗം റേഡിയേറ്ററുകളും സാധാരണ വെക്കണത്. ഇത് സ്റ്റെപ്സിൻ്റെ ബാക്ക് സൈഡാണ്. അതായത് ഡോർ കയറുമ്പോൾ തന്നെ അവിടെ നിന്ന് മുകളിലേക്ക് ബെഡ്റൂമുകളെല്ലാം മുകളിലാണ്. 3 ബെഡ്റൂമും ബാത്റൂമും മുകളിലുണ്ട്. അതിൻ്റെ അടിഭാഗമാണ്. പിന്നെ ലിവിങ് റൂമിൽ വന്നിട്ട് ലിവിങ് റൂമിൽ നിന്ന് കിച്ചണിലേക്കുള്ള ആക്സസ് ആണത്. ഇതാണ് ബോയിലർ, കോംബി ബോയിലർ എന്ന് പറയും. അതായത് ഇവിടെ ഗ്യാസ് ഇതിൻ്റെ അടിയിൽ കത്തിയിട്ട് വെള്ളം ചൂടാവും. ഈ വെള്ളമാണ് പൈപ്പുകളിലേക്ക് റേഡിയേറ്ററുകളിൽ വരുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് പെയിൻറ്റിങ്, റേഡിയേറ്ററുകൾ മാറ്റണം, വയറിങ് മാറ്റണം, എല്ലാം മാറ്റണം. ഇത് പണ്ടത്തെ ഇലക്ട്രിസിറ്റി ഗ്യാസ് മീറ്ററാണ്. മീറ്റർ വീടിനകത്തായിരിക്കും ഇരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പ്രീപെയ്ഡ് മീറ്ററാണ്. അതായത് നമ്മൾ മുന്നേ കാശ് അടച്ചിട്ട് ഒരു ടാഗ് കിട്ടും. ആ ടാഗ് മീറ്ററിൽ പ്ലഗ് ചെയ്യണം. പ്ലഗ് ചെയ്യുമ്പോൾ ആ കാശ് തീരണവരെ ഉപയോഗിക്കാൻ പറ്റും. കാശ് തീർന്നാൽ ലൈൻ ഓട്ടോമാറ്റിക് കട്ടാവും. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ വന്നു. ഈ കിച്ചൺ കംപ്ലീറ്റ് റീഫർബിഷാണ്. കംപ്ലീറ്റ് അതിൻ്റെ മേശയും ഡെസ്കും ബോയിലറും മാറ്റണം. ഇതെല്ലാം പഴയതാണ്, ഒന്നും വർക്ക് ചെയ്യില്ല. ഫ്ലോറിങ് മാറ്റണം, ലൈറ്റിങ്, വയറിങ്ങുകൾ, ഗ്യാസ്, പ്ലംബിങ് വർക്ക് എല്ലാം മാറ്റണം. പിന്നെ ഇത് പ്രായമുള്ളൊരു ഫാമിലി ആയിരുന്നു. അതായത് അപ്പൂപ്പനും അമ്മമ്മയായിരുന്നു. അപ്പോൾ അവർക്ക് ഇനി എപ്പോഴും മുകളിൽ കയറാൻ പറ്റാത്ത കാരണം ടോയ്ലറ്റ് താഴെ അവർക്ക് പിടിക്കാനൊക്കെയുള്ള സൗകര്യമാണ്. ഇത് മുകളിലേക്കുള്ള സ്റ്റെപ്സാണ്. അതായത് ഡോർ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നേരെ അപ്സ്റ്റേഴ്സിലേക്ക് 3 ബെഡ്റൂമും ബാത്റൂമും ഉണ്ട്. ഇത് കംപ്ലീറ്റ് പട്ടിയുടെ രോമവും സിഗരറ്റ് പൂച്ചകളും, അതായത് ആൾത്താമസം ഇല്ലാണ്ട് വർഷങ്ങളായിട്ട് കിടന്നതാണ്. അങ്ങനെ പിന്നീട് ഉള്ളൊരു പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ ഇതിൻ്റെ കാർപ്പറ്റ് കംപ്ലീറ്റ് ഇത് മാറ്റാനുള്ളതാണ്. വുഡൻ പാനലിങ്ങും ഫ്ലോറിങ്ങും കാർപ്പറ്റും കംപ്ലീറ്റ്. അതിങ്ങനെ നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മുകളിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നേരെ കാണുന്നത് ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ബെഡ്റൂം ഉണ്ട്. ബാത്റൂമിൽ ഒരു ബാത്ത് ടബും വാഷ് ബേസിനും മാത്രമേ ഉള്ളൂ.
ഇതിൻ്റെ കാർപ്പറ്റൊക്കെ പൊളിഞ്ഞു പോയേക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഫ്ലോർ കാണുന്നത്. അതായത് നമ്മുടെ നാട്ടിലത്തെ പണ്ടത്തെ മച്ചുണ്ടല്ലോ, അതായത് ഇതിൻ്റെ ഇടയ്ക്കൊന്നും കോൺക്രീറ്റ് ഇല്ല. താഴത്തെ ഫ്ലോർ ആയാലും വുഡൻ അടിച്ചേക്കേണ്ടതാണ്. ഇപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ മുകളിൽ ബെഡ്റൂമുകളിലായാലും ഫ്ലോറെല്ലാം വുഡാണ്. ഈ വുഡ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കാർപ്പറ്റ് ഇടും, അല്ലെങ്കിൽ വുഡൻ പാനലിങ് തന്നെ പ്രോപ്പറായിട്ട് ചെയ്യും. ഇത് മുകളിലത്തെ റൂമിൻ്റെ ഹീറ്റിംഗ് സിസ്റ്റം. അതിന് ശേഷം വന്ന റേഡിയേറ്ററുകൾ ഇത്, അതായത് 1960s വീടുകളാണിത്. അപ്പോൾ ആദ്യം വിറകിട്ട് തീ കത്തിച്ചു, പിന്നെ ഒരു 10-20 കൊല്ലം കഴിഞ്ഞ് ഗ്യാസ് ഇട്ട് റേഡിയേറ്ററുകൾ ചൂടാക്കി. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും വെള്ളം ചൂടാക്കിയിട്ടുള്ള റേഡിയേറ്ററുകൾ വന്നു. പിന്നെ ഇപ്പോൾ കറണ്ടിൻ്റെ റേഡിയേറ്ററുകളുണ്ട്, അതായത് ഓരോ റൂമിൽ ഇൻഡിവിജ്വൽ പ്ലഗ് ഇൻ ചെയ്യുന്ന കറണ്ടിൻ്റെ റേഡിയേറ്ററുകളുണ്ട്, ഇലക്ട്രിക് റേഡിയേറ്റേഴ്സ്. അപ്പോൾ എല്ലാ റൂമിൻ്റെയും കാർപ്പറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ മരത്തടി മാത്രമേ ഉള്ളൂ. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ കാർപ്പറ്റ് അടിക്കണം. ഇതിൻ്റെ എല്ലാം കോർണറൊക്കെ എല്ലാം പെയിൻറ്റിങ്ങും വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. അടിയിലത്തെ സ്കേർട്ടിങ്ങും എല്ലാം റീച്ച് ചെയ്യണം. ഇത് വേറൊരു ബെഡ്റൂമാണ്. ഇതിപ്പോൾ 3ാമത്തെ ബെഡ്റൂം. ഇതാണ് മെയിൻ ബെഡ്റൂം ആക്ച്വലി ഉള്ളതിൽ. ഇത് റോഡ് സൈഡിലേക്ക് വ്യൂ ആണ് ഇവിടുന്ന്. ഇതിനകത്ത് മൊത്തം വയറിങ് കംപ്ലീറ്റ് പോയി. ഇതിനകത്തൊക്കെ മുറുക്കി തുപ്പി ഒക്കെ ആകെ ഭയങ്കര മെനകേടാണ്. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഭയങ്കര പട്ടിയുടെയും മൂത്രത്തിൻ്റെയും ഭയങ്കര സ്മെല്ലൊക്കെ ആയിരുന്നു. ഇത് ദിവസങ്ങൾ എടുത്താലേ ഇതൊരു രീതിയിലേക്ക് ആക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ നമുക്ക്. അതായത് പെയിൻറ്റിങ്ങും ക്ലീനിങ്ങും അടക്കം ഡിസിൻഫെക്റ്റ് ചെയ്തെല്ലാം പക്കയാക്കണം. പിന്നെ പണ്ട് കാലത്തുള്ള സ്വിച്ച് ബോർഡുകൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും ഗ്രൗണ്ട് ലെവലിലാണ്, ഫ്ലോർ ലെവലിലാണ് എൻ്റെ സ്വിച്ച് ബോർഡുകൾ വന്നേക്കണത്. ഇതെൻ്റെ ഒരു മരക്കഷ്ണം പൊളിഞ്ഞു പോന്നേക്കുന്നതാണ്. ഔട്ടർ ഭിത്തിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഇലക്ട്രിക് സ്റ്റാൻഡേർഡ് അനുസരിച്ച് കുറച്ചുകൂടി പൊക്കിയിട്ട് സോക്കറ്റുകൾ വെക്കണം. അപ്പോൾ ഇത് നേരെ സ്റ്റെപ്പ് കയറി വന്നത് നേരെ ബാത്റൂമിലേക്കാണ്. ബാത്റൂമിലും ഈ ടൈലുകളെല്ലാം കംപ്ലീറ്റ് പൊളിച്ച് കളഞ്ഞ് ചെയ്യണം. അതൊക്കെ വിണ്ടിരിക്കുകയാണ്, അതൊക്കെ ഇടിഞ്ഞ് തലയിലേക്ക് വീഴും. പിന്നെ ഇവിടെ ബാത്ത് ടബിൽ തന്നെ നമുക്ക് ഇലക്ട്രിക് ഷവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഷവറിൽ കുളിക്കാം. ഇപ്പം പിന്നെ വീണ്ടും എല്ലാം ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും കാരണം സംവിധാനങ്ങളായി. എന്നാലും ഇപ്പോഴും ഇലക്ട്രിക് ഷവറിന് ഇവിടെ നല്ല പ്രാധാന്യമുണ്ട്. മിക്കവാറും എല്ലാ വീടുകളിലും തന്നെ ഇലക്ട്രിക് ഷവർ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇൻ കേസ് നമുക്ക് ഹോട്ട് വാട്ടറിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയാലും നമുക്ക് ഇലക്ട്രിക് ഷവറിൽ നമുക്ക് കുളിക്കാവുന്ന രീതിയിൽ. ഇതെല്ലാം പൊളിഞ്ഞ് കിടക്കുക. അതായത് ഈ ടോയ്ലറ്റിൽ നിന്ന് നമുക്കൊരു സാധനം യൂസ് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് നമ്മൾ പുത്തൻ മേടിക്കണം. ഇത് ലോഫ്റ്റിലേക്ക് കയറുന്നതാണ്. അതായത് വീടിൻ്റെ, അതായത് മച്ചിൻ്റെ മുകളിൽ ലോഫ്റ്റ് സ്പേസ് ആണ്. അവിടെ ഏകദേശം ഒരു ലോറിക്കുള്ള സാധനങ്ങൾ വേസ്റ്റ് കയറ്റിയിട്ടിട്ടുണ്ട്. അതായത് ഇവർ ഈ 10-40 വർഷങ്ങളായിട്ട് 2 പ്രാവശ്യം മാറ്റിയ കാർപ്പറ്റുകൾ കംപ്ലീറ്റ് ലോഫ്റ്റിൽ കയറ്റിയിട്ടാണ്. പിന്നെ 2-3 ടോയ്ലറ്റുകൾ. ഇതെല്ലാം ടോയ്ലറ്റ് മാറ്റി വേറെ ടോയ്ലറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടോയ്ലറ്റ് ഒന്നും കൊണ്ട് കളഞ്ഞിട്ടില്ല ഒരു സ്ഥലത്ത്. അതൊക്കെ ലോഫ്റ്റിൽ കയറ്റി വെച്ചേക്കുക. അതായത് കാർപ്പറ്റുകൾ, ടോയ്ലറ്റ്, വാഷ് ബേസൻ, പിന്നെ അവരുടെ ക്രിസ്മസ് ഡെക്കറേഷൻ കാർഡുകൾ, ക്രിസ്മസ് ട്രീ, അങ്ങനെ ഒരു ലോറിയിൽ കൊള്ളാത്തതിൽ കൂടുതൽ സാധനങ്ങൾ ലോഫ്റ്റിലുണ്ട്. ലോഫ്റ്റിൻ്റെ മുകളിൽ ഇതേമാതിരി പിന്നെ ഓടാണ്, ഏറ്റവും മുകളിൽ വരുന്ന ഓടാണ്. അപ്പം മച്ചടിച്ചിട്ട് നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഓട് വെച്ചേക്കണ വീടാണ്. ഇത് അടുക്കളയുടെ ഭാഗത്തുള്ള ഡോറാണ്. അടുക്കളയിൽ നമ്മൾ ആ ടോയ്ലറ്റ് കണ്ടുല്ലോ, ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക്, അതായത് ബാക്ക് ഗാർഡൻ അല്ലെങ്കിൽ ബാക്ക് സ്പേസിലേക്ക് ഇറങ്ങുന്ന വീടാണ്, ഭാഗമാണത്. സോറി. അപ്പോൾ ഇത് മൊത്തം കാട് പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടുവരെ പുല്ലാണ് ഈ ഭാഗത്ത്. അതിന് ഇടയ്ക്ക് ഒരു ഭിത്തി ഉണ്ട് കേട്ടോ. ആ ഭിത്തി പൊളിഞ്ഞു പോയേക്കാണ്. അവിടെ വരെ ഉള്ളൂ നമ്മുടെ പ്രോപ്പർട്ടി. ആ ബങ്കറിൻ്റെ അവിടെ ക്രോസിങ് നമുക്ക് ഫെൻസ് കെട്ടണം. ഈ സൈഡിലെ ഫെൻസിന് വലിയ കുഴപ്പം പറ്റിയിട്ടില്ല. ഇതിൻ്റെ അപ്പുറത്ത് വേറെ വീടാണ്. ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് താഴേക്ക് ഇറക്കാണ്. ഇവിടെ മുട്ടുപൊക്കത്തിന് പുല്ലാണ്. പിന്നെ അവിടെ മൊത്തം കാട് കൂട്ടിയിട്ട് ഈ സൈഡിലെ ഫെൻസ് പോയിട്ടുണ്ട്. ആ വീട്ടുകാരുടെ ഈ സൈഡിലുള്ളൊരു ഫെൻസ് പോയിട്ടുണ്ട്, അത് അപ്പുറത്തെ വീട്ടുകാരുടെയാണ്. അപ്പോൾ ഇവിടെ 2-3 ഫെൻസ് വെക്കേണ്ടി വരും. ഇപ്പം ഇതിൻ്റെ നമുക്കിങ്ങനെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇവിടെ പണ്ട് ബങ്കർ പോലെ ഉണ്ട്. അതായത് യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സംവിധാനമാണ് അത്. അതൊക്കെ പൊളിഞ്ഞ് പോയി. അതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള സംവിധാനമാണത്. പക്ഷെ അതൊന്നും ഇപ്പോൾ ഒന്നും ഉപയോഗത്തിലല്ല. അതിനകത്തും നിറച്ച് സാധനങ്ങൾ, ടി വിയും പണ്ട്, അതായത് ഇവിടുന്ന് വേസ്റ്റ് ഒരു സാധനം പോലെ വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇതാണ് നമ്മുടെ എൻഡ് ബോർഡർ വരുന്നത്. അവിടുത്തെ ഫെൻസ് പോയേക്കാണ്. അവിടെയൊക്കെ വേറെ ഫെൻസ് ഇടണം. അവിടെ ആ ഏരിയ മൊത്തം ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള വ്യൂ ആണ്. ഓടിട്ട വീടാണ് ഇത്, സെമി ഡിറ്റാച്ച്ഡ് ആണ്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഇപ്പുറത്തേക്ക് നമ്മുടെ വീടും അതിനപ്പുറത്തേക്ക് വേറെ ആളുടെ വീടുമാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കാണിച്ചാൽ ഇതിനകത്ത് നോക്കൂ, ഒരു ഈച്ചയ്ക്ക് കയറാൻ സ്ഥലമില്ലാത്ത രീതിയിൽ
ഇതിനകത്ത് മൊത്തം ലോഡ് ചെയ്ത് സാധനങ്ങൾ കയറ്റിയിട്ടുണ്ട്. ഇതും ഉണ്ടാവും 1 ലോറിക്കുള്ള സാധനം. ഇതൊക്കെ ഒഴിപ്പിക്കുന്ന ഒരു 2-3 ലോറി വേണം. സ്കിപ്പ് ഓർഡർ ചെയ്താൽ ഇതൊക്കെ ഇവിടുന്ന് ഒഴിപ്പിക്കാൻ പറ്റുള്ളൂ. പ്ലംബിങ്ങിൻ്റെ ഓസും കാര്യങ്ങളും എന്തൊക്കെയാണ് ഇതിനകത്ത്. ഇതിന് കുറുക്കൻ വരെ പെറ്റി കിടക്കേണ്ടെന്നാണ് ഇത് കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും ഇതൊരു വലിയ ടാസ്ക്കാണ് ഇത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കുക. അതാണ് ഇങ്ങനത്തെ വീടുകളുടെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ഏജൻസിക്ക് അല്ലെങ്കിൽ കോൺട്രാക്റ്റിനോ കൊടുത്ത് ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് നഷ്ടമാവും. നമ്മൾ തന്നെ മാക്സിമം ചെയ്താൽ ലാഭം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം പൊളിച്ച് കളഞ്ഞ് അടിപൊളിയാക്കിയതിന് ശേഷം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ, സീ യു ലേറ്റർ.